بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തൗഹീദിൽ അടിയുറച്ചു നിന്ന് മുത്തഖീങ്ങളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനും ശിർക്കിന്റെ നേരിയ ഒരു അംശം പോലും ജീവിതത്തിൽ കടന്നു വരാതെ മുവഹിദുകളും മുത്തഖീങ്ങളുമായി ജീവിച്ച് മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് എല്ലാവിധ എതിർപ്പുകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നവരാണല്ലോ KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും എല്ലാം പ്രവർത്തകരായ നമ്മളെല്ലാം. പ്രപഞ്ചനാഥനായ അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന്, അവനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് യാതൊരു സംശയത്തിനുമിടയില്ലാത്ത വിധം ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രബോധനം ചെയ്യുകയും ആ രംഗത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നാലും അതെല്ലാം സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് ദഅ്വാ രംഗത്ത് കൂടുതൽ ആവേശത്തോടു കൂടി മുന്നേറിയ ചരിത്രമാണല്ലോ നമുക്കുള്ളത്. ആ തൗഹീദി പ്രബോധന മേഖലയിൽ ജീവൻ തന്നെ നഷ്ടമായ
മുജാഹിദ് പ്രവർത്തകന്മാർ കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. നാഥനോടെ തേടാവൂ എന്ന ആദർശം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകളും നമുക്കിടയിൽ ധാരാളമുണ്ട്. അള്ളാഹുവിനോട് സഹായം തേടാവൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സാമ്പത്തികമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടവരും സ്വന്തം ഭാര്യമാരെ പോലും വേർപിരിയേണ്ടി വന്നവരും സ്വന്തം മക്കളെപ്പോലും നഷ്ടമായവരും നമ്മുടെ ഇടയിൽ തന്നെ ധാരാളമുണ്ട്. അങ്ങനെയെല്ലാമുള്ള പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും ആ തൗഹീദിന്റെ വഴിയിൽ നിന്ന് പിറകോട്ട് പോയാലോ എന്നൊരു ആലോചന പോലും ഈ കാലം വരെയായി നമ്മിലൊരാളുടെയും മനസ്സിൽ ഉദിക്കുക പോലും ചെയ്തിട്ടില്ല എന്നതാണല്ലോ വസ്തുത. ആ തൗഹീദിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ആളുകൾ അത്തരം ആളുകളെ നോക്കി ഇവരുടെ എല്ലാം തൗഹീദ് നഷ്ടമായി എന്ന് കൂടെ നടന്ന ആളുകൾ തന്നെ പറയുമ്പോൾ റഹ്മാനായ നാഥന് പുറമെ ജിന്നുകളോടും തേടാമെന്ന് തേടിയ ശിർക്കല്ല എന്ന് ഇവർ വിശ്വസിക്കുന്നുവെന്ന് 100% വ്യാജമായി ഇങ്ങോട്ട് ആരോപിക്കുമ്പോൾ സ്വാഭാവികമായും തൗഹീദിനെ സ്നേഹിക്കുന്ന ശിർക്കിനോട് അങ്ങേയറ്റം യുദ്ധം പ്രഖ്യാപിച്ച ഒരു മുവഹീദിന്, ഒരു മുജാഹിദിന് അതൊരിക്കലും സഹിക്കാവുന്ന ആരോപണമല്ല. യഥാർത്ഥത്തിൽ ജിന്നിനോട് തേടാമോ ഇല്ലേ എന്ന ഒരു ചർച്ച തന്നെ നമുക്കിടയിൽ ഇല്ല, ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിലും സംശയമില്ല. തേട്ടം ആരോട്, സഹായാർത്ഥന ആരോട്, പ്രാർത്ഥന ആരോട് എന്ന ചോദ്യത്തിന് ഇന്നലെ മുജാഹിദായി വന്ന ഒരു ചെറിയ കുട്ടി പോലും രണ്ടാമെന്ന് ആലോചിക്കാതെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കും, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് മാത്രം അല്ലാത്ത ഒരൊറ്റ പടപ്പിനോടും റഹ്മാനായ നാഥനെ പുറമെ ഒരു സൃഷ്ടിയോട് പോലും തേടുന്ന പ്രശ്നമില്ല, സഹായമർത്ഥിക്കുന്ന പ്രശ്നമില്ല, പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല. ആ രംഗത്ത് എന്തെല്ലാം ത്യജിച്ചവരാണ് നാം, ഇനിയും ത്യജിക്കാൻ തയ്യാറായവരാണ് നാം. ഒരുപക്ഷെ ജീവൻ നൽകേണ്ടി വന്നാലും, ഒരുപക്ഷെ കുടുംബത്തെ മാറ്റിവെക്കേണ്ടി വന്നാലും, ഒരുപക്ഷെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും, ഒരുപക്ഷെ എന്തെല്ലാം പ്രയാസങ്ങൾ ഇനിയും ഏൽക്കേണ്ടി വന്നാലും ശരി, ജീവൻ പോയാൽ പോലും, തലയങ്ങ് മുറിഞ്ഞു പോയാൽ പോലും അല്ലാ എന്നല്ലാത്തൊരു വിളി, അല്ലാ എന്നല്ലാത്തൊരു തേട്ടം, റബ്ബേ എന്നല്ലാത്തൊരു പ്രാർത്ഥന ആലോചിക്കാൻ പോലും ഒരു മുജാഹിദിന് സാധ്യമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും പഴുതില്ല. കാരണം ഇന്ന് ഈ കഴിഞ്ഞ മഗ്‌രിബ് നമസ്കാരത്തിന് പോലും നമ്മളെല്ലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനം അർത്ഥമറിഞ്ഞുകൊണ്ട്, ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ഖുറാഫികളെ ചൊല്ലിപ്പറയുന്നത് പോലെയുള്ള കേവലം ഒരു ചൊല്ലിത്തീർക്കലല്ലോ നമ്മളൊക്കെ ചൊല്ലുന്നത്. നാം ഖുർആൻ പഠിക്കുന്നവരാണ്, ഹദീസുകൾ പഠിക്കുന്നവരാണ്, ആയത്തുകളെയും ഹദീസുകളെയും ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അത്തരം നമ്മൾ ഇന്ന് മഗ്‌രിബ് നമസ്കാരത്തിൽ പോലും പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്താ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നാഥ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു, സഹായം തേടുന്നുവെന്ന് പ്രഖ്യാപിച്ചവരും ഈ ആയത്തിന് അർത്ഥത്തിൽ മാത്രമെന്ന ആവശ്യമില്ല എന്ന് ചില സമസ്തക്കാര് എവിടെയോ എഴുതി വെച്ചപ്പോൾ, എവിടെയോ പ്രസംഗിച്ചപ്പോൾ അതെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി ഇലാ കൂട്ടരെ ഇവര് മാത്രം ഒഴിവാക്കിയവരാണ്, റബ്ബല്ലാത്തവരോട് തേടാമെന്ന് പറഞ്ഞവരാണ്, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, തേടുന്നവരാണ്. തേടുന്നില്ല എന്ന്, പ്രാർത്ഥിക്കുന്നില്ല എന്ന് അവർ ന്യായം പറഞ്ഞാലും ശരി, അവർ തേടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ പ്രസംഗങ്ങൾ അത് തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ തെളിവുകളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു മാത്രം ഒഴിവാക്കിയതിനെതിരെ അതിശക്തമായി പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക്
ഇറങ്ങിത്തിരിച്ച നമുക്ക് പിന്നെ ആരോടാ തേട്ടം എന്ന ചോദ്യത്തിന് ആലോചിക്കേണ്ടതുണ്ടോ, ചിന്തിക്കേണ്ടതുണ്ടോ? നാഥനോട് തന്നെയാണ് എന്ന മറുപടി പറയാൻ. നാഥനോട് തേടുന്ന തേട്ടം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നാഥ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നുവെന്ന ആ ഒരു സഹായ തേട്ടമുണ്ടല്ലോ, ആ ഒരു സഹായാർത്ഥനയുണ്ടല്ലോ, ആ ഇസ്തിആനത്തുണ്ടല്ലോ. ആ ഇസ്തിആനത്ത് മറ്റാരിലേക്ക് പോയാലും ശരി, അത് മനുഷ്യനിലേക്കാണെങ്കിലും, അത് ജിന്നിലേക്കാണെങ്കിലും, അത് മലക്കിലേക്കാണെങ്കിലും, അത് പിശാചിലേക്കാണെങ്കിലും, അത് കല്ലിനോടാണെങ്കിലും, അത് മരത്തിനോടാണെങ്കിലും, ഏത് പടപ്പിനോടാണെങ്കിലും ശരി, അതിന്റെ വിധി എന്ത് എന്ന് ചോദിച്ചാലും രണ്ടാമത് ആലോചിക്കാൻ പോലും നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, ശിർക്ക് തന്നെയാണ്, നാഥന് പങ്കുചേർക്കൽ തന്നെയാണ്. അല്ലാ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് റബ്ബേ എന്ന് വിളിച്ച് സഹായമർത്തിക്കേണ്ട സ്ഥാനത്ത് റബ്ബല്ലാത്ത ഏത് പടപ്പിനോട് സഹായമർത്തിച്ചാലും ശരി, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, മനുഷ്യരാവട്ടെ, ജിന്നാവട്ടെ, ഏത് പടപ്പാണെങ്കിലും ഏത് സൃഷ്ടിയാണെങ്കിലും റബ്ബല്ലാത്തവരോട് തേടിയാൽ അത് ശിർക്ക് തന്നെ എന്ന് പറയാനും രണ്ടാമത് ആലോചന ഇല്ല. സഹോദരന്മാരെ, നമുക്കാർക്കുമില്ല. ഇന്നും ഓരോ സമയത്തും ആ തൗഹീദിനായി അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയും ആ തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ജിന്നിനോട് തേടുന്നവരാണെന്ന്, ജിന്നിനോട് തേടാമെന്ന് ആശയമുള്ളവരാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ ഇല്ല സഹോദര, അത് അംഗീകരിക്കാവുന്ന, അത് സഹിക്കാവുന്ന, ക്ഷമിക്കാവുന്ന ഒരു ആരോപണമല്ല എന്ന വേദന കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നിലയ്ക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത്. നിങ്ങളുടെ ആശയം പറഞ്ഞുകൂടാ എന്ന് ഒരു കൂട്ടരപ്പുറത്ത് പറഞ്ഞാലും ശരി, ഇല്ല, ഞങ്ങളെ കുറിച്ച് ഈ ആരോപണം പറയുമ്പോൾ ഞങ്ങൾക്ക് ആശയമില്ല എന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതൊരു പക്ഷേ സംഘടനാ വേദികളിൽ പറയാൻ അവകാശമില്ലെങ്കിൽ വേണ്ട, പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾ വരുന്നില്ല. ആ അവകാശം നേടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ വരുന്നില്ല. അല്ലാത്ത വേദിയായാലും ഇനി ഒരാളും വേദി ഒരുക്കാനില്ലെങ്കിൽ സ്വന്തമായ ചെലവിലെങ്കിലും ഒരു മൈക്ക് സെറ്റ് എടുത്ത് നാട് നീളെ ഓടി നടന്ന് ഇരാ കൂട്ടരെ, ഞങ്ങളെ കുറിച്ച് പറഞ്ഞത് ആരോപണം മാത്രമാണ്, അത് അപരാധമാണ്, ഒരിക്കലും അത് സഹിക്കാവതല്ല, അത്തരമൊരാശയം ഞങ്ങൾക്കില്ലേ ഇല്ല എന്ന് പറയേണ്ടുന്ന ബാധ്യത ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം വേദികൾ സംഘടിപ്പിക്കാൻ മുജാഹിദ് പ്രവർത്തകർ KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും എല്ലാം പ്രവർത്തകരായ ഞങ്ങൾ ഇത്തരം വേദികൾ സംഘടിപ്പിക്കേണ്ടി വന്നത് എന്നതുകൂടി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ തർക്കമുണ്ടോ, ജിന്നിനോട് തേടാമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇല്ല, തർക്കമേ ഇല്ല, ചർച്ചയേ ഇല്ല. ജിന്നിനോട് തേടാമോ ഇല്ലേ, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല, തേടിക്കൂടാ, അനിസ്ലാമികം തന്നെ, ഇസ്ലാമിക വിരുദ്ധം തന്നെ, കുറ്റകരം തന്നെ, ശിക്ഷാർഹം തന്നെ. റഹ്മാനായ നാഥനത് പുറത്തു തന്നില്ല എങ്കിൽ റബ്ബ് നിശ്ചയിക്കുന്ന ശിക്ഷ എന്താണോ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ പര്യാപ്തമായ അപരാധം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല, നമുക്കാർക്കുമില്ല എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ്. പിന്നെന്തേ ഒരു പുതിയ വിവാദം ഉണ്ടായത്? പിന്നെന്തേ ഒരു പുതിയ ചർച്ചയുണ്ടായത്? ആ ഒരു വിവാദം, ആ ഒരു ചർച്ച ജിന്നിനോട് തേടാമോ ഇല്ലേ എന്നതാണോ? ഒരിക്കലുമല്ല. അല്ലാഹുല്ലാത്തവരിലേക്ക് തേട്ടം പോകാമോ ഇല്ലേ എന്നതാണോ? ഒരിക്കലുമല്ല. ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവില്ല, വസിയത്തു ശിർക്കേ ആകൂ എന്ന അഭിപ്രായം വന്നപ്പോഴാണോ? ഇല്ല, അങ്ങനെ അഭിപ്രായം വന്നിട്ടില്ല, അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെന്തേ ഒരു പുതിയ ചർച്ചയുണ്ടായത്? എന്റെ ഒരു പുതിയ വിവാദമുണ്ടായത്? യഥാർത്ഥത്തിൽ ഈ സംഘടനാ സംവിധാനങ്ങളെ മുഴുവനും സ്വന്തമാക്കി വെച്ച് ഹൈജാക്ക് ചെയ്ത് ആ സംവിധാനത്തെ തന്നിഷ്ടപ്രകാരം കൊണ്ടുപോകാൻ ശ്രമിച്ച ചില ആളുകൾ തങ്ങളുടെ ആ ഒരു പൊയ്മുഖങ്ങൾ, തങ്ങളുടെ ആ മുഖംമൂടികൾ ഇതാ സമൂഹത്തിന് പിച്ച് ചീന്തപ്പെടുകയാണ്, അതെല്ലാം അഴിഞ്ഞു പോവുകയാണ്, അതെല്ലാം ഊരിച്ചാടുകയാണ് എന്ന് ബോധ്യമായപ്പോൾ തങ്ങളുടെ ഈ തനിനിറം, തങ്ങളുടെ ഈ ഒരു കളികൾ അത് പുറം ലോകം അറിഞ്ഞുകൂടാ എന്ന ആ ഒരു താല്പര്യം കൊണ്ട് തൽക്കാലം
ആളുകളിലേക്ക് ഇറക്കിവിട്ട ഒരു അനാവശ്യമായ ഒരു പ്രചാരണം എന്നല്ലാതെ, അനാവശ്യമായ ഒരു വിവാദം എന്നല്ലാതെ ഞങ്ങൾ അതിൽ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരേണ്ടത്, നമ്മുടെ ദുആകളിൽ കടന്നു വരേണ്ടത് ഈ ഒരു ഫിത്ന, ഈ ഒരു പ്രശ്നം ആരാണോ നാഥ അത് തുടക്കമിട്ടത്, അത് ആരാണെങ്കിലും അവർക്ക് നീ അർഹമായത് നൽകണേ എന്ന പ്രാർത്ഥന നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഈ ഫിത്നക്ക് തുടക്കമിട്ടത് അത് ആരായാലും ശരി, ഈ സംസാരിക്കുന്ന ഞാനാണെങ്കിൽ ഞാൻ അനുഭവിക്കട്ടെ അതിന്റെ തിക്തഫലം. ഈ ഇരിക്കുന്ന അബൂബക്കർ സലഫിയോ, ശിഹാബ് ഇടക്കലയോ, സക്കരിയ സുലാഹിയോ, മുജാഹിദ് ബാലുശ്ശേരിയോ ആരായാലും ശരി, ഈ ഇത്തരം ഒരു ഫിത്ന ഉണ്ടാക്കിയെടുക്കാൻ തുടക്കമിട്ടവരാരോ, ഈ ഫിത്ന ഉണ്ടാക്കിയവരാരോ, അത് ആരാണെങ്കിലും അർഹമായത് നൽകണേ അല്ലാ എന്ന പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. ആ പ്രാർത്ഥന നാഥൻ സ്വീകരിക്കാതിരിക്കില്ല, ആ പ്രാർത്ഥനയ്ക്ക് നാഥൻ ഉത്തരം നൽകാതിരിക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. പിന്നെ എന്തേ ഒരു പുതിയ വിവാദം ഉണ്ടായത്, എന്തേ ഒരു ചർച്ചയുണ്ടായത്? മറ്റൊന്നുമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടായേ തീരൂ. മുജാഹിദുകൾ പണ്ടേ പഠിച്ചു വെച്ചതാണല്ലോ നാഥനോടെ തേടാവൂ എന്ന്, റബ്ബിനോടെ പ്രാർത്ഥിക്കാവൂ എന്ന്. എങ്കിൽ അത്തരം മുജാഹിദുകളോട്, ആ തൗഹീദിന് വേണ്ടി മരിക്കാനും തയ്യാറായി നിൽക്കുന്ന മുജാഹിദ് പ്രവർത്തകന്മാരെ വിളിച്ചുകൊണ്ട്, ഇതാ സഹോദര, നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ, നിങ്ങളെ പള്ളിയിലെ ഖതീബ്, നിങ്ങളെ മദ്രസയിലെ ഉസ്താദ്, നിങ്ങൾ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഇന്ന മൗലവി, നിങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി നിങ്ങൾക്ക് പ്രാദേശികമായി നേതൃത്വം നൽകുന്ന സംഘടനാ ഭാരവാഹികൾ, അവരെല്ലാം ജിന്നിന്റെ പിന്നാലെയാണെന്ന്, അവരെല്ലാം അന്ധവിശ്വാസത്തിന്റെ പിന്നാലെയാണെന്ന്, അവരുടെ എല്ലാം തൗഹീദ് നഷ്ടമായി എന്ന് എവിടെന്നെങ്കിലും വിവരം കേൾക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയ പ്രാധാന്യത്തോടു കൂടി അത് ശ്രവിക്കുകയും, അങ്ങനെയുണ്ടെങ്കിൽ ആരായാലും ശരി, എത്ര വലിയവരാണെങ്കിലും ശരി, നമുക്ക് അയാളെ ആവശ്യമില്ല എന്ന് മുജാഹിദുകൾ തീരുമാനിക്കുകയും ചെയ്യുമെന്ന ആ ഒരു തിരിച്ചറിവ്, മുജാഹിദുകളുടെ ആ ഒരു ആത്മാർത്ഥതയെ, മുജാഹിദുകളുടെ ആ ഒരു ആദർശ സ്നേഹത്തെ, മുജാഹിദുകളുടെ ആ ആദർശ പ്രതിബദ്ധതയെ ചില ആളുകൾ ചൂഷണം ചെയ്യുകയും ദുരുപയോഗം ചെയ്തുകൊണ്ട് അത്തരം ആളുകളോട് പറഞ്ഞു കൊടുത്തു, ഇതാ ഇന്ന ആളുകളൊക്കെ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന ആളുകളൊക്കെ ജിന്നിനോട് തേടാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞപ്പോൾ തീർച്ചയായും നിസ്വാർത്ഥരായ, നിഷ്കളങ്കരായ, തൗഹീദിനെ സ്നേഹിക്കുന്ന, പരലോകം ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ പ്രീതി കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന മുജാഹിദുകൾ സ്വാഭാവികമായും അത് വിശ്വസിച്ചു. ഒരിക്കലും തങ്ങളെ വഞ്ചിക്കില്ല എന്ന്, കളവ് പറയില്ല എന്ന് തങ്ങളെ വിചാരിച്ച ചില ആളുകളുടെ നാവുകളിലൂടെ അത് കേട്ടപ്പോൾ ശരിയായിരിക്കാമെന്ന് വിചാരിച്ചു. എങ്കിൽ ശരി, മൗലവി 10 കൊല്ലമായി ഖുത്ബ നിർവഹിക്കുന്നു, എന്നാലും നമുക്കിന് അയാളെ ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ ഖുർആൻ ക്ലാസ് കൊണ്ടാണ് എനിക്ക് തൗഹീദ് മനസ്സിലായത്, എന്നാലും ശരി, അദ്ദേഹത്തിന്റെ തൗഹീദ് പോയെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ സംസാരങ്ങളും അദ്ദേഹവുമാണ് സഹവാസങ്ങളുമാണ് എനിക്ക് ഈ ദീനനുസരിച്ച് ജീവിക്കാനുള്ള പ്രചോദനമായത്. എന്നാലും അദ്ദേഹം തൗഹീദിന് പോയെങ്കിൽ, അദ്ദേഹം ശിർക്കിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ ഞാനും അയാളും പിന്നെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് സാധാരണക്കാരായ, നിഷ്കളങ്കരായ മുജാഹിദുകൾ ചിന്തിച്ചു, അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അല്ലാതെ ഒരാളും അല്ലാഹുവിനോട് തേടാമെന്ന്, ജിന്നിനോട് തേടാമെന്ന്, മലക്കിനോട് തേടാമെന്ന്, വിജനപ്രദേശത്ത് ചെന്നുപെട്ടാൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാമെന്ന് കടലിൽ മുങ്ങുമ്പോഴോ പുഴയിൽ മുങ്ങുമ്പോഴോ അതുപോലുള്ള രംഗങ്ങളിലോ അല്ലാഹുവില്ലാത്തവരോട് തേടാമെന്ന് ലോകത്തൊരാളും വിശ്വസിക്കുന്നില്ല, വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഒരുത്തൻ വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ മുജാഹിദുമല്ല, സംശയിക്കാനില്ല. പുഴയിൽ മുങ്ങുമ്പോൾ ആ സന്നിധ ഘട്ടത്തിൽ അല്ലാ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് റബ്ബല്ലാത്തവരെ വിളിക്കുന്നുവെങ്കിൽ ജിന്നെ എന്ന് വിളിക്കാമെന്ന്, മലക്കെ എന്ന് വിളിക്കാമെന്ന്, അത്തരം ഒരു സൃഷ്ടിയെ വിളിക്കാമെന്ന്, അവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഒരുത്തന് വിശ്വാസമുണ്ടെങ്കിൽ അയാള് മുജാഹിദല്ല, അയാള് മുജാഹിദല്ല, അയാള് മുജാഹിദല്ല എന്ന സംശയത്തിന്റെ ആവശ്യവും നമുക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെന്തേ ഒരു യാ ഇബാദല്ലാഹ് വന്നു, പിന്നെന്തേ അത്തരം ചർച്ച വന്നു? യഥാർത്ഥത്തിൽ എന്താ സഹോദരന്മാരെ സംഭവിച്ചത്? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയാൻ വേണ്ടി പഠിപ്പിക്കുന്ന ദുർബലമായ ഒരു ഹദീസ്, സ്വീകാര്യമല്ലാത്തൊരു ഹദീസ്, തള്ളപ്പെടേണ്ടുന്ന റിപ്പോർട്ട് നബി തങ്ങൾ പഠിപ്പിച്ചുവെന്ന് സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു ഹദീസ്. ആ ഹദീസ് പിന്നെ എങ്ങനെ നമുക്കിടയിൽ ചർച്ച വന്നു? ആരെങ്കിലും ഒക്കെ തേടി പിടിച്ച് ഒരു ദഈഫ് ഹദീസ് കണ്ടെത്തി ആ ഹദീസുമായി ഇറങ്ങിത്തിരിച്ച്
നമുക്ക് ഈ മുജാഹിദുകൾക്കിടയിലേക്ക് ശിർക്ക് കൊണ്ടുവരാമെന്ന് കണക്കാക്കിയതാണോ? അങ്ങനെ വിചാരിച്ചതാണോ? ഒരിക്കലുമല്ല സഹോദര. അബ്ദുൽ ജബ്ബാർ മൗലവിയോ കെ സക്കരിയ സുലാഹിയോ ഈ സംസാരിക്കുന്ന ഞാനോ ഇതുപോലെയുള്ള മറ്റു പ്രബോധകന്മാരോ ആരെങ്കിലും ഒരാള് ഒരു ഹദീസ് തേടിപ്പിടിച്ച് എവിടുന്നാ കിട്ടുക ഒരു ദഈഫായ ഹദീസ് മുജാഹിദുകൾ ശിർക്കിലേക്ക് എത്തിക്കാൻ എന്നാലോചിച്ച് നടന്നപ്പോ ഇങ്ങനെ ഹദീസും കിട്ടി, അതുമായി ഇറങ്ങിത്തിരിച്ച് എന്നാ വരൂ നമുക്ക് ജിന്നിനോട് വിളിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പഠിപ്പിക്കാനായി ഇറങ്ങിത്തിരിച്ചതാണോ? ഒരിക്കലുമല്ല. മറിച്ച് അല്ലാഹുല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മുടെ നാട്ടിലെ ഖുബൂരികളായ സമസ്തക്കാരായ ആളുകൾ എല്ലാ കാലത്തും റബ്ബല്ലാത്ത വിളിക്കാൻ തെളിവന്വേഷിക്കുന്ന അത്തരം ആളുകൾ അവരുമായി ദഅ്വാ രംഗത്ത് പ്രബോധന മേഖലയിൽ എന്നും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രബോധകന്മാരും നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ പ്രവർത്തകന്മാരും അവർക്ക് മുമ്പിലേക്ക് പുതിയ പുതിയ തെളിവുകളുമായി അത്തരം ഖുബൂരികൾ അത്തരം സമസ്തക്കാർ എല്ലാ കാലത്തും വരാറുണ്ട്. ഏതെല്ലാം ആയത്തുമായി അവർ വന്നു, ഏതെല്ലാം ഹദീസുമായി അവർ വന്നു, നമ്മൾ കൃത്യമായി പ്രാമാണികമായി മറുപടിയും നൽകി. നമുക്കറിയാമല്ലോ കൊട്ടപ്പുറം സംഭവത്തിൽ വെച്ച് കാന്തപുരം മുസ്ലിയാർ ആയത്തോതി വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന സൂറത്ത് സുഖ്റുഫിലെ ആയത്തോതി കാന്തപുരം മുസ്ലിയാർ എന്തിനാ ഓതിയത്? കഴിഞ്ഞകാല അമ്പിയാക്കളോട്, മരിച്ചുപോയ ഔലിയായിനോട്, മുഹീദ്ദീൻ ശൈഖിനോട്, റിഫായി ശൈഖിനോട്, ബദരീങ്ങളോട്, മമ്പറം തങ്ങളോട് എല്ലാം വിളിച്ചു തേടാമെന്ന് സ്ഥാപിക്കാനായി, ആ തേട്ടം ശിർക്കല്ല എന്ന് സ്ഥാപിക്കാനായി, ആ തേട്ടം അഭൗതികമാണെങ്കിലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണെങ്കിലും ആ തേട്ടം ശിർക്കല്ല എന്ന് സ്ഥാപിക്കാനായി അവർ ആയത്തുമായി വന്നു. വസ്അൽ മൻ അർസൽനാ എന്ന ആയത്തുമായിട്ട് എന്തേ നമ്മൾ പഠിപ്പിച്ചത്? അങ്ങനെ ആയത്തില്ല എന്ന് പറഞ്ഞുവോ? ഇല്ലല്ലോ, ആയത്തുണ്ടെന്ന് പറഞ്ഞു. സൂറത്തും ആയത്തിന് നമ്പറും അടക്കം നാം പറഞ്ഞു കൊടുത്തു. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ ആയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചതിന് തെളിവല്ല. മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, റിഫായി ശൈഖിനെ വിളിക്കാൻ, അംബിയായിനെയും ഔലിയായിനെയും വിളിച്ചു തേടാൻ, അവരോട് പ്രാർത്ഥിക്കാൻ ഈ ആയത്ത് തെളിവേ അല്ല. എന്തുകൊണ്ട്? മുസ്ലിയാക്കന്മാർ ചോദിച്ചു വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക എന്നല്ലേ കഴിഞ്ഞുപോയ അമ്പിയാക്കളോട് ചോദിക്കൂ നബിയെ എന്ന് ഖുർആനല്ലേ പഠിപ്പിച്ചത്? നമുക്കറിയാം തലശ്ശേരി സംഭവത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് സഖാഫി ആവർത്തിച്ച് ചോദിച്ചു. വസ്അൽ എന്നല്ലേ അല്ല പറഞ്ഞത്, ചോദിക്കൂ എന്നല്ലേ അല്ല പറഞ്ഞത്, അപ്പോൾ ചോദിക്കാൻ പാടില്ല എന്ന് വഹാബി പറയുന്നുവോ എന്നാവർത്തിച്ച് അയാൾ അവിടെ തെളിയിക്കാൻ ശ്രമിച്ചിട്ടും എന്തേ നമ്മൾ നൽകിയ മറുപടി അതെ വസ്അൽ എന്നുണ്ട്. കഴിഞ്ഞകാല അമ്പിയാക്കളോട് ചോദിക്കൂ നബിയെ എന്ന് അവിടെ പരാമർശമുണ്ട്. എന്താ ആയത്തിന്റെ അർത്ഥം? എന്താ അതിന്റെ ഉദ്ദേശം? തഫ്സീറിലേക്ക് മടങ്ങൂ. സ്വഹാബത്ത് എന്ത് പറഞ്ഞു? ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു? ഇമാം മുജാഹിദ് എന്ത് പറഞ്ഞു? ഇമാം ഖത്താദ എന്ത് പറഞ്ഞു? ഇബ്നു കസീർ എന്ത് രേഖപ്പെടുത്തി? ഇമാം ഖുർത്തുബിയും ഇമാം തബരിയും പോലെയുള്ള ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ എന്ത് വ്യാഖ്യാനമാണ് രേഖപ്പെടുത്തിയത്? വായിപ്പിച്ചു, നാം അവരെ കൊണ്ട് പറഞ്ഞു കൊടുത്തു. നാം അവർക്ക് എന്തേ പറഞ്ഞു കൊടുത്തത്? ഈ ആയത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയ, മുഫസ്സിറുകൾ നൽകിയ വ്യാഖ്യാനം എന്താ? ഒന്നുകിൽ വസ്അൽ മൻ അർസൽനാ കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഐ ഉമമൻ അർസൽനാ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ പറഞ്ഞയച്ച ആ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ ഇതാ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജൂതന്മാർ ഇവിടെയുണ്ട്, ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട്, കഴിഞ്ഞകാല അമ്പിയാക്കളുടെ സമുദായങ്ങളാണല്ലോ അവര്. അവരോട് ചോദിക്കൂ, അവരോട് ആരോടെങ്കിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂവെന്ന അതിനർത്ഥം. അങ്ങനെയാകുമ്പോൾ കഴിഞ്ഞകാല അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അതൊരിക്കലും തെളിവല്ല. ഇനി അല്ലെങ്കിൽ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന് അമ്പിയാക്കളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു, അവർക്ക് ഇമാമായി നബിതങ്ങൾ നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ഓതിക്കൊടുക്കുന്നു വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാൻ ആലിഹതൻ യുഅബദൂൻ. കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ഇതാ നബിയെ താങ്കൾക്ക് പിന്നിൽ മുഅ്മിനീങ്ങളായി ചോദിച്ചു നോക്കൂ, അവരോട് ആരോടെങ്കിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ നബിയെ. നബിതങ്ങൾ പറഞ്ഞു ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് ആ വിഷയത്തിൽ സംശയമേ ഇല്ല, അതിനാൽ ഞാൻ ചോദിക്കുന്നില്ല എന്ന് നബിതങ്ങൾ മറുപടിയും പറഞ്ഞു. എവിടെ മുസ്ലിയാക്കന്മാരെ? ഇതിന് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തെളിവ്? എല്ലാ അമ്പിയാക്കന്മാരെയും നേരെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് അവർക്ക് ഇമാമായി നമസ്കരിച്ച് അവർ തമ്മിലുണ്ടായ സംസാരങ്ങൾക്കിടയിൽ ഇതാ ചോദിക്കൂ നബിയെ, ഇവരോട് ആരോടെങ്കിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ
ആരാധിക്കാൻ പറഞ്ഞുവോ എന്ന് പഠിപ്പിച്ചൊരു കൽപ്പന. അതെങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്കിവിടെ നിന്ന് മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, റിഫായി ശൈഖിനെ വിളിക്കാൻ, മുഹമ്മദ് നബിയെ വിളിക്കാൻ, മറ്റമ്പിയാക്കളെ വിളിക്കാൻ തെളിവാവുക? അതുകൊണ്ട് ഈ വിളി വസ്അൽ എന്ന് പറഞ്ഞ ആ ചോദ്യം അഭൗതികമായ ചോദ്യമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ചോദ്യമല്ല. ആ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കിയ പുത്തൻവാദം തന്നെയാണ്. അത് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, അത് സ്വഹാബത്തിന് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, ഇമാമിങ്ങൾക്ക് പരിചയമില്ല. നൂറ്റാണ്ടോളം ജീവിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാളും അത് പഠിപ്പിച്ചിട്ടില്ല, ഒരാൾക്കും അത് പരിചയമില്ല. 8-9 നൂറ്റാണ്ടുകൾ ജീവിച്ച സുബിക്കി എന്ന് പറയുന്ന 1-ാം നമ്പർ അശ്അരി അഖീദ സ്വീകരിച്ച പല ഖുറാഫാത്തുകൾക്കും തെളിവുണ്ടാക്കിയ സുബിക്കി എന്ന് പറയുന്ന ഇവരുടെ ഒരു നേതാവായി അറിയപ്പെടുന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ കൊണ്ടുവന്ന ഒരു പുത്തൻ വാദമാണ് അമ്പിയാക്കളോട് തേടാമെന്നത്, ഔലിയായോട് തേടാമെന്നത്. ഇലാഹാണെന്ന വിശ്വാസമില്ലെങ്കിൽ, സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ലെങ്കിൽ ആ തേട്ടം ശിർക്കല്ല, ആ തേട്ടം ദുആ അല്ല എന്ന് അയാൾ കൊണ്ടുവന്ന പുത്തൻ വാദമാണ്. അയാൾക്ക് മുമ്പ് ലോകത്തൊരാളും ഈ ഇസ്തിഗാസ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഒരാളും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇസ്തിഗാസക്ക് പാരമ്പര്യമില്ല, അത് പുത്തൻ വാദമാണ് എന്ന് നാം അവരെ പറഞ്ഞു പഠിപ്പിച്ചു. ഈ ആയത്തുമായി വന്നപ്പോൾ സമാനമായി പല ആയത്തുകളും കൊണ്ടുവന്നു. ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്തുമായി ഇവർ വന്നു. എന്തിനാ വന്നത്? അല്ലാഹു വലിയാൻ, റസൂല് വലിയാൻ, മുഅ്മിനീങ്ങൾ വലിയാൻ. അതുകൊണ്ട് അല്ലാഹുവോടും ചോദിക്കാം, റസൂലിനോടും ചോദിക്കാം, മുഅ്മിനീങ്ങളോടും ചോദിക്കാം എന്നർത്ഥം വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇല്ല കൂട്ടരെ, ആയത്തുണ്ട്, സൂറത്ത് മാഇദയിലാണ്, 55-ാമത്തെ ആയത്താണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ അർത്ഥം അതിനില്ല. തെളിയിച്ചു കൊടുത്തു. അഭൗതികമായ തേട്ടത്തിനും അത് തെളിവല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള തേട്ടത്തിന് തെളിവല്ല. അങ്ങനെ ലോകത്താരും മനസ്സിലാക്കിയിട്ടില്ല, മുഫസ്സിരീങ്ങളാരും പറഞ്ഞിട്ടില്ല, സ്വഹാബത്താരും മനസ്സിലാക്കിയിട്ടില്ല, താബിഈങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. സുബിക്കി കൊണ്ടുവന്ന പുത്തൻ വാദം തന്നെയാണ് നിങ്ങളുടെ ഈ ഇസ്തിഗാസാവാദം. അവരവിടെയും ഉത്തരം മുട്ടി. സമാനമായി പല ഹദീസുകളുമായി അവര് വന്നു. ഏതെല്ലാം ഹദീസുകൾ അവർ കൊണ്ടുവന്നു? മഹ്ശറിൽ വെച്ച് ആദം നബിയെയും നൂഹ് നബിയെയും മൂസ നബിയെയും ഈസാ നബിയെയും എല്ലാം അലൈഹിമുസ്സലാം ചെന്ന് കാണുമെന്ന ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് പൊക്കി പിടിച്ചുകൊണ്ട് സമസ്തക്കാര് വന്നു. വഹാബി, ഇത് ഇസ്തിഗാസയല്ലേ, ഇത് അഭൗതിക തേട്ടമല്ലേ, ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടത്തിന് തെളിവല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇസ്തിഗാസക്ക് ഹദീസിന് പിൻബലമുണ്ടല്ലോ, ഞങ്ങൾ ഇസ്തിഗാസക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു, ഇല്ല, ഇത് അഭൗതിക തേട്ടമല്ല, ഇത് ദുആക്ക് തെളിവല്ല, ഇത് ദുആഉമല്ല. എന്തുകൊണ്ട്? അമ്പിയാക്കൾ അവിടെ നമ്മുടെ മുമ്പിലുണ്ട്, നാമും അവിടെയുണ്ട്, നേർക്ക് നേരെ കാണുന്നു, നേർക്ക് നേരെ സംസാരിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ കൂട്ടത്തിലുള്ള ഒരു സംസാരമല്ലേ? വല്ലതും ചെയ്യാനാകുമോ? റബ്ബിനോടൊന്ന് പറയുമോ? ഞങ്ങളുടെ കാര്യം ഒന്ന് പരിഗണിക്കാൻ പറയുമോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിയാക്കരെ അഭൗതിക തേട്ടമാവുക എന്ന് നാം ചോദിച്ചു. അവർക്ക് ആ തെളിവും പിൻവലിക്കേണ്ടി വന്നു. കൂട്ടത്തിന് സമാനമായി കൊണ്ടുവന്ന മറ്റൊരു ഹദീസാണ് യാ ഇബാദല്ലാഹ് എന്ന ഈ ഒരു ഹദീസ്. കാലങ്ങളായി 200 കൊല്ലത്തോളമായി ലോക ഖുറാഫികളായ പണ്ഡിതന്മാരും ഷിയാക്കളുമെല്ലാം ഈ ഹദീസുമായി വരുന്നു. സലഫി ലോകമൊന്നാകെ അതിന് മറുപടിയും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ മാത്രമുണ്ടായ ഒന്നല്ല ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച. നമ്മുടെ നാട്ടിലേക്ക് ചർച്ച വരുന്നതിനും നൂറ്റാണ്ടുകൾ മുമ്പേ ലോകത്ത് ഈ ചർച്ചയുണ്ട്. അവിടെയെല്ലാം ലോക ഖുറാഫികളായ പണ്ഡിതന്മാർ, സൂഫികളായ ആളുകൾ, ഷിയാക്കളായ ആളുകൾ ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എന്താ അവർക്ക് അതിലുള്ളത്? എന്താ ഈ ഹദീസ്? നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 3 രൂപത്തിലാണ് ഈ ഹദീസ് നബിതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്. പക്ഷെ 3ഉം ദുർബലമാണ്, 3ഉം ദഈഫാണ്. നബിതങ്ങൾ പഠിപ്പിച്ചു വന്ന് സ്ഥിരപ്പെട്ട കാര്യമല്ല. അതോടുകൂടി നമ്മെ സംബന്ധിച്ച് അത് തെളിവല്ലാതായി പോയി. പിന്നെ സംസാരത്തിന് പ്രസക്തി ഇല്ല, നമുക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. അതേസമയം ദഈഫായാലും ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് അവര് പറയുമ്പോൾ, ഇല്ല, ദഈഫല്ലഞ്ഞ് സ്വഹീഹായാലും നിങ്ങൾക്ക് തെളിവില്ല എന്ന് പറയേണ്ട ഒരു ബാധ്യത കൂടി ദഅ്വാരംഗത്ത് നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് അത് പറഞ്ഞുവെന്നല്ലാതെ അതിനപ്പുറം ഹദീസിനെ സ്വഹീഹാക്കുവാനോ സ്വഹീഹാണ് സങ്കല്പിച്ചിട്ട് അത് പ്രകാരം പിടിക്കാൻ പഠിപ്പിക്കുവാനോ അല്ല ഒരിക്കലും ഈ ചർച്ച വന്നത്. ഹദീസിന്റെ പദങ്ങൾ 3 രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒന്ന്, നബിതങ്ങൾ പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്നു. നിങ്ങൾ ആരെങ്കിലും
ഒരു മരുഭൂമിയിൽ നിങ്ങൾ എത്തിപ്പെടുകയും നിങ്ങളുടെ യാത്രാമൃഗം ചാടിപ്പോവുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ പിടിച്ചു വെക്കൂ എന്ന് പറഞ്ഞുകൊള്ളുക. തീർച്ചയായും അള്ളാഹുവിന് ഹാജരായ ചില അടിമകൾ ഭൂമിയിലുണ്ട്, അവർ അതിനെ പിടിച്ചു വെക്കും. ഇതാണ് ഒരു പദം. ഹാജരായ ചില അടിമകൾ അള്ളാഹുവിനുണ്ട്, അവർ ആ മൃഗത്തെ പിടിച്ചു വെക്കും. ഇതാണ് ഒന്ന്. സ്വഹീഹല്ല, ദഈഫാണ്, ദുർബലമാണ്. അതോടുകൂടി നമുക്ക് പിന്നെ അതേക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. രണ്ടാമതൊരു പദമുള്ളത്, നിങ്ങൾ ഒരു വിജനപ്രദേശത്ത് ഒരു കൂട്ടുകാരനുമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെടുകയും വഴിതെറ്റുകയോ ഒരു ആവശ്യം നേരിടുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് നിങ്ങൾ വിളിച്ചുകൊള്ളുക. തീർച്ചയായും നാം കാണാത്ത അടിമകൾ അള്ളാഹുവിനുണ്ട്. നാം കാണാത്ത അടിമകൾ അള്ളാഹുവിനുണ്ട് എന്നാണ് രണ്ടാമത്തെ പദപ്രയോഗം. ഈ രണ്ട് ഹദീസിൽ വന്ന ഈ രണ്ട് പദങ്ങൾ, ഒന്ന് നാം കാണാത്ത അടിമയുണ്ട്, മറ്റൊന്ന് ഹാജരായ അടിമയുണ്ട് എന്നാണല്ലോ പരാമർശമുള്ളത്. ഈ ഹദീസുമായി സമസ്തക്കാര് വന്നു, സൂഫികൾ വന്നു, ഷിയാക്കൾ വന്നു, ലോകവ്യാപകമായ ഖുറാഫികൾ അത് തെളിവാക്കി. എന്താ അവർക്കുള്ള തെളിവ്? വഹാബികളെ, നിങ്ങളല്ലേ പറഞ്ഞു അഭൗതികമായ വിളി റബ്ബല്ലാത്തവരേക്ക് പോയാൽ ശിർക്കാണെന്ന്, അഭൗതികമായ വിളി ദുആയാണ് എന്ന് നിങ്ങളല്ലേ പറഞ്ഞു. എന്നാൽ ഈ വിളി അഭൗതികമാണല്ലോ. കാരണം ഹാജരായ അടിമ എന്നാണല്ലോ പറഞ്ഞത്, കാണാത്ത അടിമ എന്ന് കൂടെ പറയുകയും ചെയ്തുവല്ലോ. എങ്കിൽ അതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് ഉറപ്പല്ലേ? സാധാരണ മനുഷ്യനാണെങ്കിൽ അത് ഹാജരായി കഴിഞ്ഞാൽ കാണണമല്ലോ. പക്ഷേ ഹാജരായാലും കാണാത്ത അടിമ എന്ന് പറയുമ്പോൾ അതൊരു കേവലം സാധാരണ മനുഷ്യനല്ല. അങ്ങനെ വരുമ്പോ പിന്നെ ആരാണ്? അത് അമ്പിയാക്കളാണ്, അത് ഔലിയാക്കളാണ്, അത് മരിച്ചുപോയ മഹാന്മാരാണ്, റിജാലുൽ ഗൈബാണ്, അദൃശ്യ പുരുഷന്മാരാണ്. ഖുതുബുസ് സമാനായും ഖുതുബുൽ അഖ്താബായും ഔസായും അബ്ദാലായും നുഖബായും നുജബായും ഒക്കെ സൂഫികൾ പരിചയപ്പെടുത്തുന്ന റിജാലുൽ ഗൈബ് എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന അദൃശ്യ പുരുഷന്മാരായി അവർ പരിചയപ്പെടുത്തുന്ന ആ ഔലിയാക്കളാണ് ഈ പഠിപ്പിക്കപ്പെട്ടത് എന്നും, അതുകൊണ്ട് ആ അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാം ഈ ലോകത്തെല്ലാം അവർ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വിളി അവരെ ഉദ്ദേശിച്ചാണ് വിളിക്കുന്നത്. ഈ വിളി അഭൗതികം തന്നെയാണ്. ഈ വിളി നിങ്ങൾ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം തന്നെയാണ്. എന്നിട്ട് പോലും ഈ വിളി വിളിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, ഹദീസിൽ വന്നല്ലോ. അപ്പോൾ അഭൗതിക വിളി ശിർക്കല്ല എന്ന്, അഭൗതിക വിളി കൊണ്ട് മാത്രം ദുആ ആവില്ല എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്ന് ലോക ഖുറാഫിയായി അറിയപ്പെട്ട സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 2 നൂറ്റാണ്ടപ്പുറത്ത് ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കടന്നു വന്നു. അന്ന് ബഷീർ സഹ്സുവാനി എന്ന് പറയുന്ന സലഫി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സിയാനത്തുൽ ഇൻസാൻ അൻ വസ്വസതി ശൈഖ് ദഹ്ലാൻ എന്ന കിതാബിലൂടെ കൃത്യമായ മറുപടി നൽകി. ഇല്ല ദഹ്ലാൻ, താങ്കൾക്ക് ഇതിൽ തെളിവില്ല. 2 നിലയ്ക്ക് തെളിവില്ല. ഒന്ന്, ഈ ഹദീസ് സ്വഹീഹല്ല, ദുർബലമാണ്. 3 രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടെങ്കിലും ആ 3ഉം നബിതങ്ങളിലേക്ക് എത്തി എന്ന് സ്വീകാര്യോഗ്യമായ പരമ്പരയിൽ കിട്ടിയിട്ടില്ല. അതിന് സനദ് ശരിയല്ല, അതുകൊണ്ട് ദഈഫാണ്, ദുർബലമാണ്, തെളിവാക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളും പറഞ്ഞു, ശരി എങ്കിൽ ദഈഫാണ്, ഞാൻ സമ്മതിക്കാം, ദുർബലമാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞുവല്ലോ ഈ അഭൗതികമായ വിളി, ഈ ഇസ്തിഗാസ സുബ്കിയാണ് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് എന്നും അത് പുത്തൻ വാദമാണ് എന്നും നിങ്ങൾ പറഞ്ഞുവല്ലോ. എന്നാൽ ആ വാദം പൊളിയുന്നു. എന്തുകൊണ്ട്? ഹദീസ് ദഈഫ് ആയിക്കോട്ടെ പ്രശ്നമില്ല, ഹദീസ് മൗദൂ ആകട്ടെ പ്രശ്നമില്ല. പക്ഷേ ഈ വിളി അഭൗതികമാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അഭൗതിക വിളിയാണ് നിങ്ങൾ പറയുമോ? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കത് ലാഭം തന്നെ. എന്താ ലാഭം? ഈ ഹദീസ് നബി തങ്ങൾ പറഞ്ഞു വന്നത് സ്വഹീഹായി കിട്ടിയിട്ടില്ലെങ്കിലും ഇതേ ഹദീസ്, ഇതേ വചനങ്ങൾ, ഇതേ വാക്കുകൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ വാക്കായി സ്വീകാര്യോഗ്യമായ പരമ്പരയിൽ വന്നിട്ടുണ്ടല്ലോ. അത് നിങ്ങളും സമ്മതിക്കുന്നു, ഞങ്ങളും സമ്മതിക്കുന്നു. നമ്മൾ തമ്മിൽ തർക്കമില്ല ആ വിഷയത്തില്. അപ്പോൾ അഭൗതിക വിളി ഇബ്നു അബ്ബാസ് വിളിക്കാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? എങ്കിൽ സുബ്കി കൊണ്ടുവന്ന പുത്തൻ വാദമാണ് എന്നത് പൊളിഞ്ഞില്ലേ വഹാബികളെ? ഇബ്നു അബ്ബാസ് ആരാ? സ്വഹാബിയല്ലേ, പ്രഗത്ഭ
പ്രഗത്ഭനായ സ്വഹാബിയല്ലേ, നബി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തതല്ലേ, അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ, അദ്ദേഹത്തിന് ദീനിൽ അഗാധമായ ജ്ഞാനം നൽകണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തതല്ലേ. ആ ഇബ്നു അബ്ബാസ് അല്ലേ റഈസുൽ മുഫസ്സിരീൻ, ആ ഇബ്നു അബ്ബാസ് അല്ലേ ബഹറുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന സാഗരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു അബ്ബാസ് തങ്ങള് അഭൗതികമായ വിളി വിളിക്കാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ സമ്മതിക്കണ്ടേ? അപ്പോൾ സുബക്കിയുടെ പുത്തൻ വാദമല്ല എന്ന് തെളിഞ്ഞില്ലേ? ഇബ്നു അബ്ബാസിന്റെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ഇസ്തിഗാസക്ക് ഒരു ഇബ്നു അബ്ബാസ് മാത്രമല്ല, ഇത് ഉദ്ധരിച്ച ഇമാം തുബറാനി ഈ വിളി അംഗീകരിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കൊണ്ട് വ്യക്തമാണല്ലോ. വഖദ് ജുർരിബ ദാലിക, ഇത് പരീക്ഷിക്കപ്പെട്ട കാര്യമാണെന്ന് ഇമാം തുബറാനി രേഖപ്പെടുത്തിയല്ലോ. അപ്പോൾ അഭൗതിക വിളി ഇമാം തുബറാനിയും അംഗീകരിച്ചില്ലേ? ഇമാം അഹ്മദ് ഇതുപ്രകാരം വിളിച്ചു വന്നത് നിങ്ങളും സമ്മതിക്കുന്നു, ഞങ്ങളും സമ്മതിക്കുന്നു. അപ്പോൾ ഇമാം അഹ്മദും അഭൗതിക വിളി വിളിച്ചുവെന്ന് തെളിഞ്ഞു കിട്ടിയില്ലേ? ഇമാം നബവിയും അദ്ദേഹത്തിന്റെ ഉസ്താദുമാരും ഇത് പ്രാവർത്തികമാക്കി എന്ന് നിങ്ങളും അംഗീകരിക്കുന്നു, ഞങ്ങളും അംഗീകരിക്കുന്നു. അപ്പോൾ ഇമാം നബവിയുടെയും പാരമ്പര്യം ആ ഇസ്തിഗാസയിൽ അഭൗതിക വിളിയിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ബോധ്യമായില്ലേ? ഇമാം ബൈഹഖിയും ഇബ്നു അബീ ശൈബയും ഇബ്നു സുന്നിയുമെല്ലാം ഈ വിളിയെ അംഗീകരിച്ച രൂപത്തിൽ തന്നെയാണല്ലോ ആ അധ്യായങ്ങൾക്ക് ഹെഡിങ് നൽകിയത്. ബാബുമായ ഖൂലു ഇലം ഫലതത്തിദ്ദാബ, വാഹനം നഷ്ടമായാൽ പറയേണ്ട വാചകം എന്ന പേരിലല്ലേ അവരൊക്കെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ വിളി ശിർക്കല്ല എന്ന ധ്വനി അവരുടെ ഹെഡിങ്ങിൽ നിന്ന് കിട്ടിയല്ലോ. അപ്പോൾ അവരും മനസ്സിലാക്കിയത് അഭൗതികമായി വിളിക്കാമെന്നാണല്ലോ. എന്തിനേറെ സുന്നികൾക്കെതിരെ, സൂഫികൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ സംസാരിച്ച, ഇസ്തിഗാസക്കെതിരെ അതിശക്തമായി പോരാടിയ ശൈഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ഇബ്നു തൈമിയ്യ പോലും ഈ വിളി വിളിക്കാൻ നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ അൽ കലിമുത്ത് ത്വയ്യിബ് എന്ന കിതാബിലുണ്ടല്ലോ. അദ്ദേഹത്തെ ശിഷ്യനായ ഇബ്നു ഖയ്യിമിന്റെ അൽ വാബിലു സ്വയ്യിബ് എന്ന കിതാബിലുണ്ടല്ലോ. അപ്പോൾ അഭൗതികമായ വിളി പാടില്ലെന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യ പോലും ഈ അഭൗതികമായ വിളി സമ്മതിച്ചില്ലേ? അപ്പോൾ ഇബ്നു തൈമിയ്യക്കും തൗഹീദ് മനസ്സിലായില്ലെന്നോ? ഇബ്നു ഖയ്യിമിനും തൗഹീദ് മനസ്സിലായില്ലെന്നോ? ശൗക്കാനി എന്ന നിങ്ങൾ വലിയ ഹോജയായി കാണുന്ന മുഹമ്മദ് അലി ശൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാക്കിരീനിലും ഈ ഒരു വിളി അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹവും അഭൗതികമായ വിളി വിളിച്ചുവെന്നായില്ലേ? വിളിക്കാൻ പറഞ്ഞുവെന്നായില്ലേ? അങ്ങനെയാകുമ്പോൾ സുബക്കി കൊണ്ടുവന്ന പുത്തൻ വാദമാണ് എന്ന നിങ്ങളുടെ വാദമല്ലേ പുത്തൻ വാദം? യഥാർത്ഥത്തിൽ ഞങ്ങൾ സമസ്തക്കാരുടെ ഇസ്തിഗാസക്ക് ഇബ്നു അബ്ബാസിന് പിൻബലമുണ്ടെന്ന്, ഇമാം അഹ്മദിന് പിൻബലമുണ്ടെന്ന്, ഇമാം തുബറാനിയുടെ പിൻബലമുണ്ടെന്ന്, ഇമാമിങ്ങളെല്ലാം പിൻബലമുണ്ടെന്ന് 114 പാരമ്പര്യം ഞങ്ങൾക്കാണുള്ളത് എന്ന്, ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ? നിങ്ങളാണ് ബിദ്അഇകൾ, നിങ്ങളാണ് പുത്തൻവാദികൾ, നിങ്ങളാണ് പുത്തനാശയക്കാർ എന്നിങ്ങോട്ട് പറയാൻ വേണ്ടിയാണ് അവർ ഈ വിളി അഭൗതികമാണെന്ന് പറഞ്ഞത്. അവിടെയാണ് ലോകാടിസ്ഥാനത്തെ സലഫി പണ്ഡിതന്മാര് മുഴുവനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല കൂട്ടരെ, ഈ ഹദീസ് സ്വഹീഹല്ല, ദഈഫാണ്, ദുർബലമാണ്. ഇനി സ്വഹീഹായാൽ പോലും അഭൗതികമായ വിളി അല്ല. നിങ്ങൾ ഇസ്തിഗാസക്ക് തെളിവല്ല. ഇമാം അഹ്മദ് ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ഇബ്നു അബ്ബാസ് ഇസ്തിഗാസ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഇമാം തുബറാനി ഇസ്തിഗാസ അംഗീകരിച്ചിട്ടില്ല, നബവിയും ഉസ്താദുമാരും ആ ഇസ്തിഗാസ അംഗീകരിച്ചവരല്ല. ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമും ശൗക്കാനിയും ഈ ഇസ്തിഗാസയെ ന്യായീകരിച്ചവർ അല്ല. ഇത് സുബ്ഹി കൊണ്ടുവന്ന പുത്തൻ വാദം തന്നെ എന്ന് ലോകാടിസ്ഥാനത്തിലെ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞു. ലോകത്ത് ഖുറാഫികൾ ഈ കാലം വരെ പറഞ്ഞു ഇത് അഭൗതിക വിളിയാണ്, ഇത് അഭൗതിക വിളിയാണ്. ആ അഭൗതിക വിളി വിളിക്കാൻ ഞങ്ങൾക്കിത് തെളിവാണ്. അതുകൊണ്ട് അഭൗതിക വിളി ശിർക്കാണെന്ന നിങ്ങളുടെ വാദം നിങ്ങൾ പിൻവലിക്കണം എന്ന് ലോകവ്യാപകമായി അവര് പറഞ്ഞപ്പോഴും ലോക സലഫി പണ്ഡിതന്മാര് പറഞ്ഞു, ഇല്ല, അഭൗതിക വിളി റബ്ബല്ലാത്തവരേക്ക് പോയാൽ ശിർക്ക് തന്നെ. പക്ഷേ ഇത് അഭൗതിക വിളിയല്ല, ഇത് ദുആ അല്ല, അതിനാൽ ഇതിന് ശിർക്കില്ല. നിങ്ങളുടെ ശിർക്കിന് ഇത് തെളിവാക്കാൻ വകുപ്പുമില്ല, നിങ്ങളുടെ ശിർക്കിന് മുൻഗാമികളെ പാരമ്പര്യവുമില്ല, നിങ്ങൾക്ക് പാരമ്പര്യമില്ല എന്ന് അവരോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവര് ഉത്തരം മുട്ടുകയായിരുന്നു. ഇനി കേരളത്തിലേക്ക് വന്നാലും
971 രേഖപ്പെടുത്തപ്പെട്ടതായി നാം ഈ തെളിവ് ഖുറാഫിൽ കൊണ്ടുവന്നതായി ആദ്യം കാണുന്നത്. അതിനു മുമ്പുണ്ടോ ഇല്ലേ അല്ലാഹു അഅലം. പയ്യോളിക്കാരൻ മുസ്ലിയാർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ, അമ്പിയായെയും ഔലിയായെയും വിളിച്ചു തേടാൻ തെളിവെന്ത് എന്ന ചോദ്യത്തിനു മറുപടിയായി പയ്യോളിക്കാരൻ മുസ്ലിയാർ ഈ ഹദീസ് എഴുതി കൊടുക്കുന്നു. ഈ ഹദീസ് അഭൗതികമായ വിളിയാണെന്നും ഞങ്ങൾക്കിതാണ് തെളിവ് എന്നും എഴുതി കൊടുത്തപ്പോൾ പയ്യോളിയിലെ മുജാഹിദ് പ്രവർത്തകന്മാർ, അന്നത്തെ ബഹുമാന്യനായ കെ ഉമർ മൗലവി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് സൽസബീൽ പത്രത്തിലേക്ക് ആ ചോദ്യം അയച്ചു കൊടുക്കുന്നു. ഇതാ ഒരു മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് മൗലവി നാം മറുപടി പറയുക? ഉമർ മൗലവി പറഞ്ഞു, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തില് ഒരു ചെറിയ കുട്ടിക്ക് പോലും പറയാൻ പറ്റിയ ചോദ്യമാണല്ലോ. അതിനാൽ പുളിക്കൽ കോളേജിൽ പഠിക്കുന്ന അബ്ദുറഹ്മാൻ പാലത്ത് എന്നൊരു കുട്ടിയെ ഞാൻ ഇക്കാര്യം ഏൽപ്പിക്കുന്നു. അവന്റെ മറുപടി എന്തോ അതേ മറുപടി തന്നെയാണ് സൽസബീലിന്റെയും മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ചോദ്യം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അദ്ദേഹം മറുപടി എഴുതുകയും ആ മറുപടി സൽസബീൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്താ മറുപടി? ഇത് സ്വഹീഹല്ല, ദുർബലമാണ്, അതുകൊണ്ട് ഇതൊരിക്കലും തെളിവല്ല. ഇനി സ്വഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ പോലും അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിക്കാൻ ഇത് തെളിവല്ല, അഭൗതിക വിളിക്ക് തെളിവല്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. സ്വാഭാവികമായും ചോദ്യമുണ്ടാകുമല്ലോ, നാം കാണാത്ത അടിമ, ഹാജരായ അടിമ എന്ന് പറയുന്നത് അമ്പിയാക്കൾ അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഹാജരായ ആൾ കാണുമല്ലോ. ഇത് ഹാജരായ അടിമയാണ്, കാണാത്ത അടിമയാണ് എങ്കിൽ ഇത് മനുഷ്യനല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെയാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, അതൊരു പക്ഷേ വല്ല മലക്കുകളെയും റഹ്മാനായ റബ്ബ് ഏൽപ്പിച്ചിട്ടുണ്ടാവാം ഹദീസ് സ്വഹീഹാണെങ്കിൽ, അല്ലെങ്കിൽ വല്ല ജിന്നുകളും ഉണ്ടാകാം. ഇനി അത് രണ്ടുമല്ലെങ്കിൽ നാം കാണാത്ത വേറെ വല്ല സൃഷ്ടികളും വേറെ വല്ല സൈന്യങ്ങളും പടച്ച റബ്ബിനുണ്ടാവാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സംവിധാനം പടച്ച റബ്ബ് അത്തരം സാഹചര്യത്തിൽ സംവിധാനിച്ചു എന്ന് ഉണ്ടെങ്കിൽ തന്നെ, സ്വഹീഹാണെങ്കിൽ തന്നെ അതിനർത്ഥമുള്ളൂ. പക്ഷേ സ്വഹീഹല്ല, അതുകൊണ്ട് ദഈഫാണെന്ന് കൊണ്ട് തെളിവല്ല. ഇത് സ്വഹീഹായാലും തെളിവല്ല. ഏതുപോലെ സാധാരണ പറയാവുന്നത് പോലെ പോത്തിന് ജീവനില്ല, ജീവനുണ്ടെങ്കിലും അത് കുറുമ വെക്കാൻ പര്യാപ്തമല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ വായിച്ചല്ലോ നമ്മുടെ പ്രസിദ്ധീകരണത്തിന്. എന്തിനാണ് ചത്ത പോത്ത് കൊണ്ട് കുറുമ വെക്കണോ എന്ന ചർച്ചയെന്ന് അതേ നാമം പറഞ്ഞത്. ചത്ത പോത്താണ് കുറുമ വെക്കാവതല്ല, ജീവനുണ്ടെങ്കിൽ പോലും കുറുമ വെക്കാവതല്ല. എന്തുകൊണ്ട്? ഞാൻ സാധാരണ പറയാറുണ്ട്, ചത്ത പോത്തിന്റെ ഉദാഹരണം എന്താ സഹോദരന്മാരെ? പേപ്പട്ടി കടിച്ച് ചാകാൻ കിടക്കുന്ന പോത്ത്. ഈ കഥയൊന്നും അറിയാത്ത ഒരു സഖാഫി വീട്ടിലേക്ക് ഓടി കത്തിയുമായി വരികയാ. എന്തിനാ? ഇതാ പോത്ത് കിടന്ന് പെടക്കുന്നു, ഇപ്പൊ ബിസ്മിൻ ചൊല്ലി അറുത്താല് അതിനെ മാംസം കൊണ്ടുപോയി കുറുമ വെക്കാമല്ലോ എന്നാണ് സഖാഫിയുടെ കണ്ടുപിടുത്തം. അപ്പോഴാണ് മറ്റൊരാള് പറയുന്നു, ഉസ്താദേ ആ പോത്ത് ചത്തുപോയി, ഇനി കുറുമ വെക്കാൻ പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ, ഇല്ലടോ ചത്തിട്ടില്ല, ഞാൻ ഇപ്പൊ കത്തിയെടുക്കാൻ പോകുമ്പോൾ കയ്യും കാലും അനങ്ങുന്നത് ഞാൻ കണ്ടതാ, അതിന് ജീവനുണ്ട് എന്ന് പറയുമ്പോ, ഇല്ല ഉസ്താദേ ശേഷം ചത്തുപോയി, ജീവൻ നഷ്ടമായി, ഇനി കുറുമ വെക്കാൻ പര്യാപ്തമല്ല എന്ന ഈ തർക്കം ഉസ്താദും ശിഷ്യനും തമ്മിൽ നടക്കുമ്പോൾ ഇടപെട്ടുകൊണ്ട് ഒരു മുജാഹിദുകാരൻ പറയുന്നു, ഉസ്താദേ ആ പോത്ത് ചത്തുപോയി, ചത്തത് കൊണ്ട് കുറുമ വെക്കാൻ പര്യാപ്തമല്ല, ഇനി ജീവൻ ഉണ്ട് എന്ന് സങ്കല്പിക്കുക, ചത്തിട്ടില്ല എന്ന നിങ്ങളെ വാദം അംഗീകരിച്ചു എന്ന് വെക്കുക, എന്നാലും കുറുമ വെക്കാൻ പറ്റിയതല്ല. കാരണം പേപ്പട്ടി കടിച്ചതാണ്. അതാണ് യാ ഇബാദല്ലാഹ്, അതാണ് ഈ ഹദീസ്. ഉസ്താദിന്റെ വാദം ഇത് കുറുമക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു, ഇല്ല ഉസ്താദെ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? രണ്ട് കാരണം കൊണ്ട് പറ്റൂല. ഒന്ന്, ജീവൻ പോയി, ചത്തുപോയി, ദുർബലമായി, ദഈഫായി, അതിനാൽ പിന്നെ ഇത് കുറുമക്ക് പറ്റൂല, ഇസ്തിഗാസക്ക് പറ്റൂല. ഇനി ജീവന്റെ സങ്കല്പിക്ക, ചത്തിട്ടില്ല എന്ന് വിചാരിക്ക, സ്വഹീഹാണെന്ന് വിചാരിക്ക, എന്നാലും പറ്റൂല. കാരണം ഇത് അതിന് പറ്റിയ സാധനമല്ല. അവിടെയാണ് നമുക്കത് ജിന്നും മലക്കും ചർച്ച ചെയ്യേണ്ടി വന്നത്. അപ്പൊ സ്വഹീഹാണെങ്കിൽ തന്നെ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്തിഗാസക്ക് തെളിവല്ല. അല്ലാതെ ഇത് വെച്ച് ജിന്നിനെ വിളിക്കാമെന്നോ മലക്കിനെ വിളിക്കാമെന്നോ ലോകത്താരാ കൂട്ടരെ പറയുക? ഒരു മുജാഹിദുകാരനും പറയില്ല, പറഞ്ഞിട്ടുമില്ല, സംശയമേതുമില്ല.
നേരെ മറിച്ച് അവർ അമ്പിയനെ വിളിക്കാൻ തെളിവാക്കിയപ്പോൾ തെളിവല്ലെന്ന് പഠിപ്പിച്ചുവെന്ന് മാത്രം. അത് ലോക പണ്ഡിതന്മാരെ മുഴുവനും പറഞ്ഞ ആശയമാണ്. അത് സൽസബീലിൽ ഉമർ മൗലവിയും അബ്ദുറഹ്മാൻ മദനി പാലത്തും കൂടെ ഒന്നിച്ചെഴുതിയ മറുപടിയുടെ ആശയമാണ്. ശേഷം 1980-കളിൽ ശബാബിലേക്ക് ചോദ്യം വന്നു. ഇവിടെ അതാ ഒരു മുസ്ലിയാര് അല്ലാഹു അല്ലാത്തത് തേടാൻ ഈ ഹദീസ് തെളിവുമായി വന്നിട്ടുണ്ട്, എന്താണ് മറുപടി എന്ന് ചോദ്യം ശബാബിലേക്ക് വന്നപ്പോൾ അന്ന് ശബാബില് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അതിന് മറുപടി എഴുതി. എന്താ മറുപടി എഴുതിയത്? ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ് എന്ന് അദ്ദേഹം മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി കൊടുക്കുകയും ആ മറുപടി കൂടി ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വല്ല ജിന്നുകളോ വല്ല മലക്കുകളോ ഉണ്ടാകാമെന്ന് സ്വഹീഹാണെങ്കിൽ തന്നെ വരൂ, അങ്ങനെയാണെങ്കിലോ അഭൗതികമല്ലല്ലോ, അങ്ങനെയാണെങ്കിലോ അഭൗതികമായ വിളിയില്ലല്ലോ, അവിടെ ഭൗതികമായ സംവിധാനം ഏൽപ്പിച്ചു എന്നല്ലേ അതുകൊണ്ട് കിട്ടുക. അതുകൊണ്ട് ദുആയുടെ പ്രശ്നമില്ല, അഭൗതികതയുടെ പ്രശ്നമില്ല, ശിർക്കിന്റെ പ്രശ്നമില്ല, നിങ്ങൾക്ക് തെളിവുമല്ല എന്ന് ശബാബിൽ അന്ന് മറുപടി എഴുതി. അത് പിന്നീട് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ശബാബിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം എടുത്ത് പുസ്തകമായി പുറത്തിറക്കി. ആ പുസ്തകത്തിലും ഈ ചോദ്യവും മറുപടിയും ഉൾക്കൊള്ളിച്ചു. അതേപോലെ പിന്നീട് 2001 ഷാർജ മുഖാമുഖത്തിൽ വെച്ച് ഇതേ ചോദ്യവുമായി ഖുറാഫികൾ രംഗത്ത് വന്നു. അന്ന് ബഹുമാനായ ഹുസൈൻ സലഫി മറുപടി നൽകി, ഹദീസ് സ്വഹീഹല്ല, സ്വഹീഹാണെങ്കിൽ തന്നെ തെളിവല്ല. 2004 മണ്ണാർക്കാട് സംവാദത്തിൽ ഇന്നും അങ്ങേ അറ്റത്തെ ആവേശത്തോടു കൂടി മാത്രം നമുക്ക് കേൾക്കാനും പറയാനും കഴിയുന്ന മണ്ണാർക്കാട് സംവാദം. ആ മണ്ണാർക്കാട് സംവാദത്തിൽ അലവി സുലൈമാൻ സഖാഫിമാര് ഈ ഹദീസുമായി വന്നു. അല്ലാഹു അല്ലാത്തത് തേടാൻ ഞങ്ങൾക്ക് ഈ ഹദീസാണ് തെളിവ്. അന്ന് കെ സക്കരിയ സുലാഹി പറഞ്ഞു, ഈ ഹദീസ് സ്വഹീഹല്ല, അതുകൊണ്ട് ഇത്തരം ദഈഫ് ഹദീസുകൾ നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല, വ്യവസ്ഥക്കെതിരാണ്. ഇനി സ്വഹീഹാണെങ്കിൽ പോലും നിങ്ങൾക്ക് തെളിവല്ല. ഇത് മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ, ഇത് അമ്പിയാക്കളെ വിളിക്കാൻ, ഇത് ഔലിയാക്കളെ വിളിക്കാൻ എങ്ങനെ തെളിവാകും? ഇത് സ്വഹീഹാണെങ്കിൽ തന്നെ അവിടെ അല്ലാഹു നിശ്ചയിച്ച വല്ല ജിന്നുകളോ വല്ല മലക്കുകളോ ഒക്കെ ആ മൃഗത്തെ പിടിച്ചു വെക്കുമെന്ന് സ്വഹീഹാണെങ്കിൽ തന്നെ അത് അർത്ഥമുള്ളൂ. പക്ഷെ സ്വഹീഹല്ല, അതുകൊണ്ട് തെളിവുമല്ല എന്ന് 2004 മണ്ണാർക്കാട് സംവാദത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് 2007 ചന്ദ്രികാ പത്രത്തിലും സത്യധാര മാസികയിലുമായി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ലേഖനം എഴുതി. മുജാഹിദീങ്ങൾ തൗഹീദ് പൊളിഞ്ഞു എന്ന് പഠിപ്പിച്ചുകൊണ്ട്. എന്തേ കാരണം? മുജാഹിദുകൾ പണ്ട് പറഞ്ഞത് അഭൗതികമായി സഹായിക്കാനും അഭൗതികമായി ദോഷം വരുത്താനും പടച്ച റബ്ബിന് മാത്രമേ കഴിയൂ എന്നാണല്ലോ. എന്നാലിതാ സിഹിർ ഉണ്ട് എന്ന് KNM അംഗീകരിച്ചിരിക്കുന്നു, കണ്ണേറുണ്ട് എന്ന് KNM അംഗീകരിച്ചിരിക്കുന്നു, ജിന്നുബാധയുണ്ട് എന്ന് KNM സമ്മതിച്ചിരിക്കുന്നു. അഥവാ ആ ജിന്നിന്റെ പ്രവർത്തനങ്ങൾ, ആ ശൈത്വാന്റെ പ്രവർത്തനങ്ങൾ അത് അഭൗതികമാണല്ലോ. നിങ്ങളല്ലേ പണ്ട് പറഞ്ഞു അഭൗതികമായി സഹായിക്കാനും അഭൗതികമായി ദോഷം വരുത്താനും പടച്ചറബ്ബിനെ കഴിയൂ എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? എങ്കിൽ ഈ സിഹിറിലൂടെ, ഈ കണ്ണേറിലൂടെ അഭൗതികമായി ശൈത്വാന്റെ സഹായം ഉണ്ടാകുമെന്നല്ലേ നിങ്ങളുടെ വാദം? അപ്പോൾ നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക പത്രത്തിന് അയാൾ തുടർച്ചയായി പ്രതികരണ കോളത്തിൽ എഴുതി. പിന്നീട് അവിടെ പേജ് അനുവദിക്കപ്പെടാതായപ്പോൾ സത്യധാരയിലേക്ക് മാറി. അതിന് മറുപടിയായി MP ഖാദിർ കരുവമ്പോയിലും അതുപോലെ KK സക്കരിയ സുലാഹിയും അബ്ദുൽ ജബ്ബാർ മൗലവിയും ഒക്കെ മാറി മാറി വിചിന്തനം വാരികയിലായും അതേപോലെ ഇസ്ലാഹിലായും അതുപോലെ ചന്ദ്രികാ പത്രത്തിലുമായും ഒക്കെ മറുപടികൾ എഴുതി. എന്തേ അന്ന് എഴുതിയത്? വിചിന്തനം വാരികയിൽ 2007 ഫെബ്രുവരി 16 അബ്ദുൽ ഖാദിർ കരുവമ്പോയിൽ എഴുതി. എന്താ എഴുതിയത്? 8 പതിറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. ആരാ വിമർശകൻ? ഹമീദ് ഫൈസി അമ്പലക്കടവ്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ കുറിച്ച് എഴുതാണ് 8 പതിറ്റാണ്ടുകാലം 80 കൊല്ലക്കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണ് എന്ന് ഫൈസിക്ക് മനസ്സിലായിട്ടില്ല. എന്നാ എഴുതിയത്? 2007 8 പതിറ്റാണ്ടുകാലം.
പിന്നെ 5 കൊല്ലം കഴിഞ്ഞു, അപ്പൊ നൂറ്റാണ്ട് തികഞ്ഞു. ഈ 8 പതിറ്റാണ്ട് കാലം മുജാഹിദർ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും മനുഷ്യ കഴിവിൽപ്പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽ പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മനുഷ്യന് കഴിയാത്തത് ജിന്നിന് കഴിയും, മനുഷ്യന് കഴിയാത്തത് മലക്കിന് കഴിയും, മനുഷ്യനെ കാണാത്തത് ജിന്നും മലക്കും കാണും. അതുകൊണ്ട് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വഴിക്കുള്ള സഹായങ്ങളും ദോഷങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഇബാദത്താകുമെന്ന്, അത് അഭൗതിക വഴിയാണെന്ന്, അത് ദുആ ആണ് എന്ന് ഞങ്ങൾ 8 പതിറ്റാണ്ട് കാലം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിയാരുടെ ആരോപണം ശരിയാണെന്ന് അംഗീകരിക്കാമായിരുന്നു. ജിന്നും മലക്കും അഭൗതികാണ് എന്ന്, അവന് സഹായമുണ്ടായാൽ അഭൗതിക സഹായമാണെന്ന്, അത് ദോഷമുണ്ടായാൽ അഭൗതിക ദോഷമാണെന്ന് ഞങ്ങൾ എന്തെങ്കിലും എഴുതിരുന്നുവെങ്കിൽ ഫൈസി പറഞ്ഞത് ശരിയാകുമായിരുന്നു. അപ്പോൾ അത് അഭൗതികമാണ്. ഇപ്പൊ പറഞ്ഞപ്പോഴോ ഫൈസി അന്ന് പറഞ്ഞത് ശരിയാണ് എന്നല്ല അതിനർത്ഥം. എന്നിട്ട് പറയാം, മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത്. ശേഷം കാതുകളും പോലെ എഴുതുന്നു, ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്കതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ജിന്നിന്റെയും മലക്കിന്റെയും കഴിവും കാര്യങ്ങളുമൊക്കെ അവർക്ക് അല്ലാഹു കൊടുത്ത സിസ്റ്റം ഉണ്ട്, അവർക്ക് അല്ലാഹു നിശ്ചയിച്ച പ്രകൃതമുണ്ട്, അവർക്ക് അല്ലാഹു വെച്ച കാര്യകാരണ ബന്ധമുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് അഭൗതികമാണെന്ന്, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്ന് ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. കഴിഞ്ഞ ആഴ്ച ഇതേ സാധനം കയ്യിൽ കിട്ടിയപ്പോ നമ്മൾ കണ്ടു ഹെഡിങ്, ജിന്നുകൾ അഭൗതികം തന്നെ. 5 കൊല്ലം മുമ്പ് വിചിന്തനം എഴുതി ബുദ്ധിയും വകതിരിവുമുള്ള ഒരാളും ഇത് അഭൗതികമാണെന്ന് പറയില്ല. ഇപ്പോൾ അങ്ങനെ ഹെഡിങ് വന്നാൽ അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഈ വിചിന്തനം പ്രകാരം നമ്മുടെ ബുദ്ധിയും വകതിരിവും നഷ്ടപ്പെടേണ്ട സഹോദരന്മാരെ എന്നൊരാൾ ചിന്തിച്ചാൽ അയാളെ കുറ്റപ്പെടുത്താനാകുമോ? എന്നിട്ട് പറയുക, അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട്